അടുത്തൊരു ക്വസ്റ്റ്യനാണ്. CSEB എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വെൻ എ ബിൽ സെൻഡ് ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ ഈസ് ഡിഷോണഡ്, ദ അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ് ഈസ്. നമുക്ക് കിട്ടിയ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡ്രോയർക്ക് കിട്ടിയ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോയർ ബാങ്കിൽ കളക്ഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഡ്രോയർ ബാങ്കിലേക്ക് കളക്ഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് ഡിഷോണഡ് ആയി മാറിയതെങ്കിൽ ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഓഫ് ബിൽസ്, ഓപ്ഷൻ ബി ഡ്രോയേഴ്സ് അക്കൗണ്ട്, ഓപ്ഷൻ സി ആക്സെപ്റ്റേഴ്സ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഫോർ ബിൽസ് എന്ന അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. കാരണം ഇതിൻ്റെ ജേണൽ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബില്ല് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രിയാണ് വരിക. ബാങ്കിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിഷോണഡ് ആവുന്ന സമയത്ത് അങ്ങനെയാണ് എൻട്രി വരിക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഫോർ ദ ബിൽസ് എന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്.